എങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു പ്രൊഫഷണൽ കോളർ മൈക്ക് ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ചാനൽ. മൈ നെയിം ഈസ് ഫൗസാൻ. നമ്മുടെ വീട്ടിലെ പഴയ കമ്പ്യൂട്ടർ ഹെഡ്സെറ്റും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഹെഡ്സെറ്റും ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നിവിടെ മൈക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ വാച്ച് ചെയ്യുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഈ മൈക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഒരു പഴയ കമ്പ്യൂട്ടർ ഹെഡ്സെറ്റ് വേണം, അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ ഹെഡ്സെറ്റ്, പിന്നെ ഒരു ലൈറ്റർ, പിന്നെ ഒരു ബ്ലാക്ക് ടാപ്പ്, പിന്നെ ഒരു കത്രിക, പിന്നെ ഒരു മൾട്ടിമീറ്റർ, അതുപോലെ തന്നെ സോൾഡർ ചെയ്യാനുള്ള സോൾഡറിങ് അയൺ. ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ഹെഡ്സെറ്റിൽ നിന്നും മൈക്ക് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഹെഡ്സെറ്റ് എടുക്കുന്നു. അതിനുശേഷം ഹെഡ്സെറ്റിൻ്റെ 3 സ്ക്രൂകൾ അയച്ച് മൈക്ക് പുറത്തെടുക്കുന്നു. ആ വയറുകളൊന്ന് നമ്മൾ കട്ട് ചെയ്യുന്നു. ഇനി മൈക്കിൻ്റെ 2 അറ്റവും നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പഴയ മൊബൈൽ ഫോൺ ഹെഡ്സെറ്റ് എടുക്കുന്നു. അതിൻ്റെ ലാസ്റ്റ് 2 പോയിൻ്റാണ് മൈക്കിനുള്ളത്. ഹെഡ്സെറ്റിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ മൈക്ക് ഘടിപ്പിക്കേണ്ടത്. അതിനുവേണ്ടി വയറൊന്ന് കട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 5 വയറുകളാണ് കാണാൻ സാധിക്കുക. ഈ 5 വയറിൽ നിന്നും നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മൈക്കിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു. അതിനു മുമ്പ് 4 പോയിന്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നു ലൈറ്റർ ഉപയോഗിച്ച്. ത്രീ 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ലാസ്റ്റ് എൻഡ് പോയിൻ്റാണ് പോസിറ്റീവ്. ഇതിൻ്റെ പോസിറ്റീവ് വയറ് മൈക്കിൻ്റെ പോസിറ്റീവ് വയറുമായി കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റ് പോയിൻ്റാണ് നെഗറ്റീവ് ടെർമിനൽ. അത് മൈക്കിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം
ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്യുന്നു. ബാക്കി വരുന്ന 3 വയറുകൾ നമ്മൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ 2 വയറുകൾ തമ്മിൽ സോൾഡറിങ് ചെയ്യണം. നെഗറ്റീവ് നെഗറ്റീവും അതുപോലെ പോസിറ്റീവ് പോസിറ്റീവുമായി സോൾഡർ ചെയ്യുന്നു. ഇനി 2 പോയിന്റും നമ്മൾ സോൾഡർ ചെയ്യുന്നു. സോൾഡർ ചെയ്തത് ഒന്നും കൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു PCB ബോർഡിൽ വെച്ച് വീണ്ടും ഒന്ന് സോൾഡർ ചെയ്യുന്നു. ക്ലിയർ ആയി 2 എൻഡും നമ്മൾ സോൾഡർ ചെയ്തെടുക്കുന്നു. നമ്മളിവിടെ സോൾഡറിങ് പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ഭാഗം ടാപ്പ് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി ടാപ്പ് എടുത്ത് ഒരു കഷ്ണം കട്ട് ചെയ്യുന്നു. ക്ലിയർ ആയി ടാപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കോളർ മൈക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോയ്സുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി മൈക്കിൻ്റെ അറ്റത്ത് ഒരു ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കുന്നു. അത് കറക്റ്റായിട്ട് മൈക്കിൽ സെറ്റ് ചെയ്യുന്നു. ഈ മൈക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിനുപയോഗിച്ചിട്ടുള്ള കേബിള് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും ഒടിക്കാനും തിരിക്കാനും കഴിയും. ഇങ്ങനെ നമുക്കൊരു കോളർ മൈക്ക് ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മൈക്കിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്നറിയാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ചെക്ക്, ഹലോ മൈക്ക് ടെസ്റ്റ്,
check 1 2 3 3 2 1. Hello check. Hello mic test. Check 1 2 3 3 2 1. Dear friends, please subscribe my YouTube channel. Dear friends, please subscribe my YouTube channel. Hello check. Hello mic test. Check 1 2 3 3 2 1. Hello check. Hello mic test. Check 1 2 3 3 2 1. Dear friends, please subscribe my YouTube channel. Dear friends, please subscribe my YouTube channel. എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു കോളർ മൈക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ ടെക് ടിപ്സുമായി വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.